ഇപ്പോൾ ഇവിടെ ഉന്നയിച്ച കാര്യങ്ങൾ തന്നെ ശ്രീ അനൂപിന് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ നിലപാടുണ്ടാവുമല്ലോ. ശ്രീ അനൂപ്, കേരളത്തിൽ തന്നെ നമ്മൾ 2021 കണ്ടത് ജനങ്ങൾ ഹാപ്പിയായിരുന്നു. അതുകൊണ്ടാണല്ലോ സ്വാഭാവികമായിട്ടും തുടർഭരണം കിട്ടിയത്. ക്ഷേമ പ്രവർത്തനങ്ങളിൽ വെൽഫെയർ മെഷേഴ്സിൽ നന്നായി ഡെലിവറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് നേരിട്ട് അനുഭവവേദ്യമാവുന്ന കാര്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ് മുന്നിൽ നിൽക്കുക എന്നുള്ളതല്ലേ ജനങ്ങളുടെ ചോയ്സിനെ നിർണ്ണയിക്കുക. അല്ല, ജനങ്ങൾ ഹാപ്പി ആയിരുന്നു എന്നൊക്കെ പറയുന്നത് ചില കാര്യങ്ങളിൽ CPMന്റെ ചില പ്രചരണങ്ങൾ ഏറ്റു എന്ന് പറയുന്നത് യാഥാർത്ഥ്യം. ഇപ്പോൾ പോലും അരുൺകുമാർ പറഞ്ഞ പച്ച നുണ അങ്ങേക്കടക്കം ഡിഫെൻഡ് ചെയ്യേണ്ടി വന്നിട്ടില്ലേ? ഉമ്മൻചാണ്ടി സർക്കാർ ആകെ വർദ്ധിപ്പിച്ചത് 100 രൂപയാണെന്നാണ് ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന വളരെ ആധികാരികമായി അരുൺകുമാർ പറയുക. 100 രൂപ, ഇത് യാഥാർത്ഥ്യമല്ല. നിയമസഭാ രേഖകളുണ്ട്, ഇവിടെ കൃത്യമാണ് കാര്യങ്ങൾ. ഉമ്മൻചാണ്ടി എത്ര വർദ്ധിപ്പിച്ചു ഓരോ പെൻഷനും എന്ന് അങ്ങേക്ക് വ്യക്തമാണ്, അരുൺകുമാറിന് വ്യക്തമാണ്. ഈ ചർച്ചയിൽ ഇരിക്കുന്ന, ചർച്ച കേൾക്കുന്ന എല്ലാ ആളുകൾക്കും അറിയുന്ന കാര്യമല്ലേ? ഇതുപോലെ CPM നിരന്തരമായി നുണകൾ പറഞ്ഞ് അത് സത്യമായി പ്രചരിപ്പിച്ചിട്ടുണ്ട്. ചില പ്രചരണങ്ങൾ അത് ഏറ്റിട്ടുണ്ടാവും, പക്ഷെ യാഥാർത്ഥ്യം അതല്ലല്ലോ. ഉമ്മൻചാണ്ടിയാണ് VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്തൊന്നും, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് പെൻഷൻ കൊടുക്കുന്ന ആളുകൾ എത്ര പേർക്ക് കൊടുത്തു എന്ന് പരിശോധിക്കണം. അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് എത്ര പേർക്ക് കൊടുത്തു? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു ക്വാണ്ടം ജമ്പായിരുന്നു. പെൻഷൻ കൊടുക്കുന്ന ആളുകളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ വർധനവുണ്ടായത്. സംസ്ഥാനത്തിന് നാളിതുവരെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ പെൻഷൻ സാർവത്രികമാക്കിയ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റാ. പിന്നെ ഇവര് നിരന്തരം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ചരിത്ര വിരുദ്ധതയുണ്ടെന്നേ. EK നായനാരുടെ ഗവൺമെന്റ് അത് നടപ്പിലാക്കിയെന്ന് പറയുമ്പോൾ ബഹുമാന്യനായ R ശങ്കറുടെ ചരിത്രം റദ്ദ് ചെയ്യല്ലേ? സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വാർദ്ധക്യകാല പെൻഷൻ നടപ്പിലാക്കിയതാരാ? പട്ടംതാടുപിള്ള ഗവൺമെന്റിൽ R ശങ്കർ മന്ത്രിയായിരിക്കുന്ന സമയത്താ. ബജറ്റ് രേഖകളുണ്ട്, നിയമസഭാ പ്രസംഗങ്ങളുണ്ട്. വിധവാ പെൻഷൻ ഏർപ്പെടുത്തിയത് ആദ്യമായിട്ട് R ശങ്കറാ. പക്ഷെ ഇവരൊക്കെ കേരളം പരശുരാമനാണ് സൃഷ്ടിച്ചതെന്ന് പറയുന്ന മിത്ത് പോലെ കേരളം സൃഷ്ടിച്ചത്, നവകേരളം സൃഷ്ടിച്ചത് ഞങ്ങളാണെന്ന നുണ 100 ആവർത്തി പ്രചരിപ്പിക്കുക. ഇവിടെ യാഥാർത്ഥ്യമുണ്ട്. ഓരോ കാര്യത്തിലും വളരെ കൃത്യമായി ഡാറ്റ വെച്ച് രേഖകളുടെ കാര്യത്തിൽ സംവദിക്കാം. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവർക്ക് ഈ പറയുന്ന 4-4.5 കൊല്ലം കഴിഞ്ഞ് ചില കാര്യങ്ങൾ അത് എന്തുകൊണ്ട് അവർ മാറ്റിവെച്ചത്? ഇത്ര കാലത്ത് സാമ്പത്തിക ബാധ്യത അവർക്ക് ഏൽക്കാൻ കഴിയില്ല. അത് 5-6 മാസത്തേക്ക് ചുരുക്കാണ്. ഇവർ ഒരു പ്രകടന പത്രികയിൽ കൊടുത്ത ഒരു ഉറപ്പ് പാലിക്കാൻ എന്തിന് 4.5 കൊല്ലം എടുത്തു എന്ന് സർക്കാർ ജനങ്ങളോട് മറുപടി പറയണമെന്നേ. ആ ബാധ്യത ഇവർക്ക് ഏൽക്കാൻ കഴിയില്ല. അടുത്ത സർക്കാരിന്റെ തലയിൽ വെക്കാനുള്ള ഒരു പരിശ്രമം എന്നതിനേക്കാൾ എന്താണ് ഇവരുടെ കോൺട്രിബ്യൂഷൻ? 4.5 കൊല്ലം ഭരിച്ചൊരു സർക്കാർ 6 മാസം ബാക്കി നിൽക്കുമ്പോൾ ഇത് നടപ്പിലാക്കുമ്പോൾ അത് കൃത്യമല്ലേ? ഈ സർക്കാരിന് ഇത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. അടുത്ത് വരാൻ പോകുന്ന ഒരു സർക്കാർ ഒരു ബാധ്യതയെ ഏൽപ്പിക്കുന്നു എന്നുള്ള സത്യം വളരെ കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കുക. അടുത്ത സർക്കാരിലേക്ക് ശരി, ഓക്കെ, അതാണല്ലോ ഇവിടെ ശ്രീ. അല്ല, ഞങ്ങൾ ഒരു കാര്യം കൂടെ പറഞ്ഞോളൂ. പിണറായി വിജയൻ സർക്കാരിന്റെ 10 വർഷവും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ 5 വർഷവും വെച്ച് ഒരു ഡിബേറ്റിന് ഞങ്ങൾ തയ്യാറാണെന്നേ.